തപസ്യ കലാസാഹിത്യവേദിയുടെ നാടകമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഈ നാടകം ഇന്ന് തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പ്രൗഢ ഗംഭീരമായ ചടങ്ങോടെ നിറഞ്ഞ സദസ്സിൽ ആദ്യ അവതരണം നടത്തിയിരിക്കുകയാണ്. ഔദ്യോഗികമായ അവതരണം നടത്തിയിരിക്കുകയാണ്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ കാവി വേഷധാരി എന്ന് പറയുന്നതാണ് നമ്മുടെ ആ നാടകത്തിലെ എഴുത്തച്ഛൻ രാജേട്ടനാണ്. തൊട്ടടുത്തിരിക്കുന്ന MS കണ്ണമംഗലം അദ്ദേഹമാണ് ഇതിൻ്റെ സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ തൊട്ട് പിറകിലിരിക്കുന്നത് തപസ്യ കലാസാഹിത്യവേദിയുടെ ജീവനാഡിയായിട്ടുള്ള പ്രസിഡന്റാണ്. തുഞ്ചത്ത് എഴുത്തച്ഛനെ തേടി അലഞ്ഞ ഒരു യുവത്വമായിരുന്നു എൻ്റേത്. എഴുത്തച്ഛൻ്റെ മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര നോവൽ എഴുതിയത് ഞാനാണ്. ഇപ്പോഴും എഴുത്തച്ഛനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു ഇതിൽ എഴുത്തച്ഛനെ എങ്ങനെ ഇത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം കാണാൻ വേണ്ടി തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഞാൻ വന്നത്. നാടകം തുടങ്ങിയത് മുതൽ അത് അവസാനിച്ചതുവരെ ഇരുന്നിടത്തൊന്നും ഒന്ന് അനങ്ങാൻ തോന്നിയില്ല എന്നുള്ളതാണ്. ഒരു നാടകത്തിന് വേണ്ട, ഒരു പ്രേക്ഷകന് വേണ്ട എല്ലാ ഇനങ്ങളും അതിലുണ്ട്. എഴുത്തച്ഛൻ്റെ ജീവിത ദർശനങ്ങൾ വളരെ കൃത്യമായി ഈ നാടകത്തിൽ പറയുന്നുണ്ട്. ഒരു ശില്പി എഴുത്തച്ഛനെ കണ്ടെത്തുന്നത് മുതൽ എഴുത്തച്ഛനെ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പത്തിൽ ആവാഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഠനവും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും അത് പൂർത്തീകരണവും ഒക്കെയാണ് ഇതിൻ്റെ പ്രമേയമായിട്ടുള്ളത്. ഇതിൽ പ്രണയമുണ്ട്, ഇതിൽ ഭക്തിയുണ്ട്, ഇതിൽ ധർമ്മം പ്രചരിപ്പിക്കുന്നതിനുള്ള സന്ദേശമുണ്ട്. ഇന്നത്തെ യുവതലമുറ കണ്ടിരിക്കേണ്ട ഒരു നാടകമാണ് തപസ്യ കലാസാഹിത്യവേദി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കേരളത്തിനകത്തും പുറത്തും ഉള്ള എല്ലാ കലാസംഘടനകളും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള മലയാളി അസോസിയേഷനുകൾ ഈ നാടകത്തെ ശ്രദ്ധിക്കണം. ഈ നാടകം കേരളത്തിനകത്തും പുറത്തും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മാത്രം അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ നാടകം കണ്ടാൽ അറിയാം. നമുക്ക് ഈ നാടകം കണ്ടിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ ഈ നാടകം അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഈ നാടകം എല്ലാവരും, ഇത് കാണുന്ന ആളുകൾ, കലാസംഘടനയായാലും മറ്റും ആരായാലും ശരി, ഈ നാടകം നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങളുടെ ഗ്രാമത്തിൽ അവതരിപ്പിക്കണം. ആ ഒരു പ്രമേയം ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ നാടകത്തിൻ്റെ തുടർന്നുള്ള അവതരണങ്ങളിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടകത്തിനും ഇതിലെ അണിയറ ശില്പികൾക്കും എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നമസ്കാരം.